വെൽക്കം ടു ഹനാസ് കുക്കിംഗ് വേൾഡ്. ഹനാസ് കുക്കിംഗ് വേൾഡിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോണിക്കയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക, ഗരം മസാല ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുക, ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക, 1 എഗ്ഗ് കൂടെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതിയെ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതിൽ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. 1/2 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗമായിട്ടുണ്ട്, നമുക്ക് മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും വേവിച്ചിട്ട് എടുക്കുക. അതിന് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. വേറൊരു പാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അത് മെൽറ്റായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചേർത്ത് നല്ലത് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ല മിക്സ് ആക്കുക. പിന്നെ റെഡ് ഫുഡ് കളറ് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. കുറച്ച് ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ ആ ചിക്കനും കൂടിയും ചേർത്ത് കൊടുക്കുക. നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കുക. അപ്പം നേരത്തെ എടുത്തതിന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതിലേക്ക് 1 എഗ്ഗും കൂടി ചേർത്തിട്ടാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എഗ്ഗൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്തെടുക്കുക. ഇനി അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. Thank you for watching.